ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയാനാവില്ല, ഞാനൊരു ഡ്രസ് മേക്കർ വീഡിയോ ഇട്ടുണ്ട്, പക്ഷേ അതൊരു വ്ളോഗ് ഒന്നും പറയാനാവില്ല. സോ ബേസിക്കലി ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നാളെ അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി ഇൻട്രോ എടുത്താക്കാന്ന് വിചാരിച്ചു. നാളെ ആരും ഉറക്കപ്പിച്ചിൽ ഇൻട്രോ എടുക്കാനൊരു മൂഡിട്ടാവില്ല. സോ ഇതവേ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ എനിക്ക് ലോങ് വീഡിയോ എടുക്കണം എന്ന് കുറേ ആയിട്ടുണ്ട്, പക്ഷേ എന്ത് ചെയ്യണം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു കുട്ടി ഞാൻ കമൻറ്റ് ഇവിടെ കൊടുക്കുക, ആ കുട്ടി ചോദിച്ചിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിളിച്ചത് പിന്നെ അതന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ഇന്ന് വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചിട്ട് നിസ്കാരവും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൽ വെള്ളം നിറക്കാൻ പോകും. ഈ ഒരു ബോട്ടിലിനൊരു കഥ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ റീൽസും ഷോർട്ട്സും ഇങ്ങനെ കാണുമ്പോൾ എല്ലാത്തിലും ഈ പ്രൊഡക്റ്റീവ് ഡേയിൽ ഈ ഒരു ബോട്ടിൽ കാട്ടും. അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ വെച്ചാൽ ഈ ബോട്ടിൽ ഞാൻ ഇതുവരെ ഫുള്ള് ഞാൻ കുടിച്ച് തീർത്തിക്കില്ല. ഇന്നെന്തായാലും അത് ഫുള്ള് കുടിച്ച് തീർക്കണം എന്നാണ് എൻ്റെ ഒരു കോള്. അവസാനം എന്തായി എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ അതേ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ലേണേഴ്സ് എഴുതാനുണ്ട് എന്ന്. അപ്പം എനിക്ക് നാളെ എക്സാം ആണ്. അപ്പം അതിന് വേണ്ടി ഞാൻ പഠിക്കുന്നേ. പിന്നെ അത് കുറേ നേരം അത് ഞാൻ കുറേ പഠിച്ചു. എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ വീഡിയോ എടുത്ത് തുടങ്ങി ഒക്കെ മറന്നു. അതങ്ങനെ തന്നെയാണല്ലോ, ക്യാമറ ഓൺ ആക്കിയാൽ പിന്നെ എന്ത് പറയണം എന്നൊരു ഐഡിയ കിട്ടില്ല. അപ്പം നമുക്ക് വേഗം ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ആ ക്രാഫ്റ്റ് അല്ലാത്ത വ്ളോഗ്സ് പോലത്തെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, നമുക്ക് ചെയ്യാം. വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം മറന്നു. പിന്നെ എൻ്റെ ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് തന്നെ അതിൻ്റെ മിസ്റ്റേക്ക് നല്ലോണം ഉണ്ട്. സാരമില്ല, അറിയാത്തൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഉണ്ടാവുക, പക്ഷെ ചെയ്ത് ശരിയാവും. പിന്നെ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ അധികം ആൾക്കാരും ഇങ്ങനെ കൈമേൽ ഇങ്ങനെ 2 ലൈനായിട്ട് ഇട്ടിട്ടില്ല ഇടുക. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നതിനോ ആ ഒറ്റ ലൈൻ തന്നെ ഞാനൊരു കൈമേൽ 2 ലൈനായിട്ട് ഇട്ടു. വീഡിയോ എടുത്തുകൊടുക്കുമ്പോൾ അതിൻ്റെ അടുക്ക് എൻ്റെ സ്റ്റോറേജും തീർന്നു. അതുകൊണ്ട് തന്നെ പകുതിക്ക് കട്ടാവും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം തന്നെ കട്ടായും പോയി. പിന്നെ കുറേ നേരം വീഡിയോ ഡിലീറ്റ് ആക്കലോ അങ്ങനെയെല്ലാം ആയിട്ട് കുറേ നേരം അങ്ങ് പോയി. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്, വർത്താനം പറഞ്ഞ് അതെല്ലാം ഡിലീറ്റ് ആക്കിയത് തന്നെ ടൈം പോയി. 9 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ടാവുക. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ വെക്കുന്നത് 8:50 കഴിഞ്ഞിട്ടും. ഞാനിന്ന് ഈ വാച്ചിടാന്ന് വിചാരിച്ചു. ഷാൾമേലേക്ക് കുത്തിയിട്ടില്ല, താഴെന്ന് കുത്തണം. ബാക്കി നമുക്ക് കാണാം. മൂക്കൊരു വന്നിട്ടാ. അയ്യോ, ബൈ ബൈ. സൂര്യനാടെ നമുക്ക് വരില്ല. സൂര്യനില്ല. ഇത് സംഭവം വെച്ചാൽ ഒരു നല്ല സൺലൈറ്റുള്ള ഒരു സ്ഥലത്ത് കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുമ്പോഴാണെങ്കിൽ സൂര്യന് വേറെ ഏതൊരു ഭാഗത്താണ്. പിന്നെ വൈകിക്കൊണ്ട് തന്നെ ഞാൻ വേഗം ഓട്ടോ പോയി. പിന്നെ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ അധികം വീഡിയോ എടുക്കാൻ പറ്റിക്കില്ല, കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഡ്രൈവിങ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഒരു ചെക്കപ്പൊക്കെ ചെയ്യാനും ഡ്രൈവിങ്ങിൻ്റെ അവിടെ. സോ ഞാൻ എപ്പോഴും ഡ്രൈവിങ്ങിന് പോകുമ്പോൾ വാങ്ങുന്ന സാധനമാണ് പഴംപൊരി. സോ ഇന്ന് ഞാൻ അതെല്ലാം വാങ്ങിക്കേണ്ട. ഇതും കോഫിയും കൂടി അടിപൊളി. നമുക്ക് വേഗം പോയിട്ട് കോഫി എടുക്കും. വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ക്യാമറയിൽ നോക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം കാണുന്നുണ്ടോ അങ്ങനെയെല്ലാം നോക്കുന്നതാണ്. ആദ്യമായിട്ട് ഇങ്ങനെ എടുക്കുന്നതായിട്ട് അതിൻ്റെ ഒരു കുറവെല്ലാം നിങ്ങൾക്ക് നല്ലോണം ഉണ്ട്. എന്തായാലും അത് മാറുമായിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞാൽ. പിന്നെ വേഗം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഞാൻ ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടായിട്ട് ഇങ്ങനെ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പിന്നെ ഇതന്നെ ആക്കാമെന്ന്. പിന്നെ കോഫി ഉണ്ടാക്കണമെന്നില്ല വിചാരിച്ചു, പക്ഷെ പിന്നെ മടിയായിട്ട് അത് ഉണ്ടാക്കി. ഒന്നും കൂടി ലേണേഴ്സ് പഠിക്കാതിരിക്കുന്നതാണ്. പിന്നെ അധികം കാട്ടുന്നില്ല, ഓൾറെഡി ഞാൻ കാട്ടിക്കല്ലോ കുറച്ച്. അങ്ങനെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഓഫാക്കി പോയത്. പക്ഷെങ്കിലും നടന്നത് വേറെന്തൊക്കെയാണ്. നല്ല രസമല്ലേ ഈ ഒരു സൺലൈറ്റ് കാണാൻ, ഐ മീൻ സൺസെറ്റ്. എന്താ അറിയില്ല, വീഡിയോ എടുക്കുമ്പോൾ ബേജാറായിട്ട് പറയുന്നതെല്ലാം മാറിപ്പോകുന്നു. അപ്പോൾ നമുക്കൊരു സ്കിൻ കെയർ ചെയ്തുകൊണ്ടെന്നാ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഞാൻ പഠിക്കാൻ വേണ്ടി കട്ടുമ്മലിരുന്ന് ഇങ്ങനെ കുറേ നേരം പഠിപ്പിച്ച്, കുറേ നേരമൊന്നുമില്ല, ഒരു 5-6 മിനിറ്റ് ഞാൻ പഠിച്ച്. 5-6 മിനിറ്റ് അല്ല, കുറച്ച് നേരം പഠിച്ച് ഇല്ലാതായിപ്പോയത് കോൺസെൻട്രേഷൻ. എന്തായി, ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ എണീച്ചത് എന്താ പറയാത്തത്,
ഇത് തന്നെയാ അവസ്ഥ. വീഡിയോ എടുക്കുന്നവരെ എനിക്കിങ്ങനെ വായിതോരാതെ എനിക്കിങ്ങനെ പറയാനുണ്ടേനെ. പക്ഷേ വീഡിയോ എടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തരും പിന്നെ ഒന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അത് സംഭവിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നിട്ട് പറഞ്ഞുതരാം. പഠിക്കാന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് പിന്നെ കിടന്നുറങ്ങി. പിന്നെ എണീച്ച് കുളിച്ച് പിന്നെ നിസ്കരിച്ചാലെല്ലാം എനിക്ക് വീഡിയോ എടുക്കുന്ന ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം വീഡിയോ എടുത്തു. ജസ്റ്റ് സ്കിൻ കെയർ പോലെ ഒരു സിറം തേച്ച്. കാരണം എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് സിറം മാത്രമാണ്. അതിൻ്റെ അടുക്കാണെങ്കിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട് വീഡിയോ എടുക്കാൻ മറന്നു എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതാണെങ്കിൽ എനിക്കിട്ട് പറയാൻ കിട്ടുന്നുമില്ല. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത്. വീഡിയോ എടുക്കുന്നത് എനിക്ക് ഓർമ്മ വന്നതാണ്. സാരില്ല പോട്ടെ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഞാനെങ്കിൽ സമാധാനിക്കുന്നത്. കാരണം ആദ്യമായിട്ടല്ലേ, തെറ്റുകളുണ്ടാവും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രാത്രി ചെയ്ത ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. പൊറാട്ടയും ബട്ടർ ചിക്കനും ഓർഡർ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കൂ ഇതെന്തൊരു ഡേ ഇൻ മൈ ലൈഫ്, ഒന്നും ഇല്ലല്ലോ, സംഭവം ഇന്നൊന്നും കാര്യമായിട്ടില്ല, ഒരു ബോർ ദിവസം. പക്ഷെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ നല്ല എന്തെങ്കിലും വെറൈറ്റി ചെയ്യാന്നെല്ലാം വിചാരിച്ച് നിന്നതേനു. പക്ഷെ എന്താണോ ഭയങ്കര ക്ഷീണം കൊണ്ട് അങ്ങ് കിടന്ന്. പിന്നെ രാത്രി ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലോ തിന്നാൻ പോയി. അപ്പോൾ ആകെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഗ്രീക്ക് യോഗർട്ട്. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.